Welcome back to my YouTube channel. Para? Welcome back to my YouTube channel. YouTube channel. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ദിച്ചു ആവയുടെ ബ്രസ്റ്റ് ഫീഡിങ് കംപ്ലീറ്റ്ലി നിർത്തിയിട്ട് ഒരു 15 days ആവാറായി. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഇത് ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സിനും അതുപോലെ ബ്രസ്റ്റ് ഫീഡിങ് നിർത്താൻ ആഗ്രഹിക്കുന്ന അമ്മമാർക്കും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് എന്താ പറയുക, എല്ലാവരും ബ്രസ്റ്റ് ഫീഡിങ് നിർത്താൻ ആഗ്രഹിക്കുന്ന അമ്മമാർ, അവരുടെ ഭർത്താക്കന്മാർ, പാല് കുടിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ എല്ലാവരും ഇത് കാണാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. മേക്ക് ഷുവർ ദാറ്റ് യു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, പിന്നെ കമൻറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് ആയിട്ടൊക്കെ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പഴയ ചാനൽ നല്ലൊരു ചാനലായിരുന്നു. അപ്പോൾ അത് തല്ലിപ്പൊളിഞ്ഞ് ടെർമിനേറ്റ് ആയി പോയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പ്ലീസ്. ഓക്കെ, അപ്പോൾ ദശുവിന് 2 വയസ്സും 2 മാസവും കഴിഞ്ഞു. അപ്പോൾ ഇവള് ഫുൾ ഞാൻ ബ്രസ്റ്റ് ഫീഡിങ് 6 മാസം വരെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ബ്രസ്റ്റ് ഫീഡിങ് ആണ് ചെയ്തത്. നമ്മൾ വേറെ ഫുഡും ഐറ്റംസ് ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞ് ഒരു 6.5 മാസമൊക്കെ ആയി തുടങ്ങിയപ്പോഴാണ് ഞാൻ കുറുക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് കുറച്ച് കുറുക്കൊക്കെ കൊടുത്തു. അവളധികം കുറുക്ക് അങ്ങനെ കഴിച്ചിട്ടില്ല. കായക്കുറുക്കൊന്നും കഴിച്ചിട്ട് തന്നെ ഇല്ല. കോറയാണ് അവൾ കൂടുതലും കഴിച്ചേക്കുന്നത്. അങ്ങനെയാണ് കുറുക്കുന്നത്. ഞാൻ സെർലാക്ക് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ അമൃതം പൊടി കൊടുക്കുമായിരുന്നു. അമൃതം പൊടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമൃതം പൊടി കൊടുക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ വേഗം തന്നെ ഞാൻ അവൾക്ക് സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്തു. ഫ്രൂട്ട്സൊക്കെ ഞാൻ നന്നായി കൊടുക്കുമായിരുന്നു കേട്ടോ. ഞാൻ ഫ്രൂട്ട്സ് അങ്ങനെ കൂരൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഞാൻ അവൾക്ക് കഴിക്കാൻ കൊടുക്കും. ജ്യൂസായിട്ടൊന്നുമല്ല, ഞാൻ അങ്ങനെ അവൾക്ക് കഴിക്കാൻ കൊടുക്കും. പിന്നെ എന്താ പറയുക, പിന്നെ ഫുഡ് നമ്മളെന്താ കഴിക്കണം ആ ഫുഡ് തന്നെ ഞാൻ കൊടുത്ത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഞാനങ്ങനെ അവൾക്ക് പ്രത്യേക ടൈപ്പ് ഫുഡ് അതിലേക്കൊന്നും അങ്ങനെ കുറേ ഫോക്കസ് ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ഫോക്കസ് ചെയ്തിട്ടില്ല. ഞാൻ കൂടുതലും അവൾക്ക് നമ്മൾ കഴിക്കുന്ന ഫുഡ് തന്നെ നമ്മുടെ അടുത്ത് ഉള്ളതിനനുസരിച്ച്, ചിലപ്പോൾ ഇന്ന് പാലുണ്ടെന്നുണ്ടെങ്കിൽ നാളെ ചിലപ്പോൾ പാലുണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മുടെ അടുത്ത് എന്താണോ ഫുഡ് ഉള്ളത് അതിനനുസരിച്ചിട്ട് ഞാൻ അവൾക്ക് ഫുഡ് കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താ പറയുക, അങ്ങനെ ഇവളൊരു 2 വയസ്സ് വരെയൊക്കെ അവളെല്ലാ ഫുഡും കഴിക്കും. പക്ഷെ 2 വയസ്സൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര വാശി. അമ്മ പാപ്പു ഇത് മാത്രമായി അവൾക്ക്. ഫുൾ ടൈം പാപ്പു ഫുൾ ടൈം പാപ്പു ഇതുണ്ടോ, ഇരിക്കാതെ കണ്ടോ ഒക്കെ കേട്ടിട്ട്. അപ്പോൾ ഫുൾ ടൈം പാപ്പു എന്ന് മാത്രമായി. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ബ്രസ്റ്റ് ഫീഡിങ് നിർത്തണം എന്നിങ്ങനെ വിചാരിച്ചു. പക്ഷെ എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് നന്നായിട്ട് ബ്രസ്റ്റ് മിൽക്ക് വന്നുകൊണ്ടേ ഇരിക്കുക. രാവിലെ കൊടുത്തിട്ടില്ല, വൈകുന്നേരമാണ് കൊടുത്തെന്നുണ്ടെങ്കിൽ കൂടെ രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ കൊടുക്കാതിരിക്കുക. അങ്ങനെ കുറച്ച് നേരം കൊടുക്കാതിരുന്നാൽ തന്നെ ഭയങ്കരമായിട്ട് കല്ലപ്പ് വരും. 2 വയസ്സായിട്ട് കൂടെ എനിക്ക് ഭയങ്കരമായിട്ട് കല്ലപ്പ് വരുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഡോക്ടറെ കണ്ടി വരുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്നെ പ്രഷർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റണില്ല, രാവിലെ എണീക്കാൻ പറ്റുന്നില്ല. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അവൾ പാൽ കുടിച്ചുകൊണ്ട് കിടക്കുക. വായന്ന് നിപ്പിളാണ് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തുടങ്ങും അമ്മ പാപ്പു തന്നില്ല എന്നൊക്കെ പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഞങ്ങൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് മാറിയതിന് ശേഷം അങ്ങനെ ഹൗസ് വാമിങ് കഴിഞ്ഞ് ഇങ്ങോട്ട് മാറി വെച്ചു. പ്ലീസ് അമ്മ പറയണത് കേൾക്കുമോ? ഞങ്ങൾ ഹൗസ് വാമിങ് കഴിഞ്ഞ് ഇങ്ങോട്ട് മാറിയതിന് ശേഷം ഏട്ടൻ ജോലിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വാതിലൊക്കെ അടച്ചു. പിന്നെ ഞാനിവിടെ മാത്രമല്ലല്ലോ. അപ്പോൾ അവൾ പറയും അമ്മേ പാപ്പു താമ്മേ പറഞ്ഞിട്ട് എന്നെ വിളിച്ച് കൊണ്ടുവരും. പിന്നെ ഞാനിങ്ങനെ പാല് കൊടുത്തോണ്ടേ കിടക്കണം ഫുൾ ടൈം. എത്ര പറഞ്ഞാലും കേൾക്കില്ല. നമ്മൾ മാറിക്കഴിഞ്ഞാൽ അപ്പം കരയാൻ തുടങ്ങും. അങ്ങനെയായിരുന്നു. പിന്നെ
ഇതേപോലെ തന്നെ ഏട്ടൻ ജോലി കഴിഞ്ഞ് വന്ന് ഏട്ടൻ കുളിയൊക്കെ കഴിഞ്ഞ് ഏട്ടൻ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ സെയിം അവളെ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു തന്നെ. എനിക്കിങ്ങനെ ഭയങ്കര എന്തോ പോലെയാവാൻ തുടങ്ങി. കാരണം എനിക്ക് പാല് കൊടുക്കുമ്പോൾ എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. ഭയങ്കരമായിട്ട് എനിക്ക് ദേഷ്യവും ഭ്രാന്തും ഒക്കെപ്പാടെ വരാൻ തുടങ്ങി. ഞാൻ എന്നിട്ട് ഏട്ടനോട് കുറേ പറഞ്ഞു, ഏട്ടൻ പാലുകൂടി നിർത്തണം, ശരിയാവില്ല എന്നിങ്ങനെ കുറേ ഏട്ടനോട് ഇങ്ങനെ കുറേ പറഞ്ഞു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു കുറച്ചല്ലേ ആയിട്ടുള്ളൂ, 2 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ 2 വയസ്സിൽ കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നിർത്താം എന്നിങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഈ ഒരു സെയിം ടൈമിൽ എന്താ ബ്രൈറ്റ്നസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. ഈ ഒരു സെയിം ടൈമിൽ തന്നെ ഒരു 2-3 പേര് ഞങ്ങൾ ഒരുമിച്ച് കൺസീവായി അങ്ങനെയുള്ള ഫ്രണ്ട്സാണ്. അപ്പോൾ അവരുടെ അടുത്ത് ഒപ്പീനിയൻ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞു അയൺ സിറപ്പ് ഞാൻ ഫാൻ ഇട്ടിട്ടില്ല, എന്താ വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഭയങ്കരമായിട്ട് നോയ്സ് വരും. അപ്പോൾ അതുകൊണ്ട് ഫാൻ ഇട്ടില്ല, ഭയങ്കരമായിട്ട് സ്വെറ്റാവും. അപ്പോൾ അയൺ സിറപ്പില്ലേ, അയൺ സിറപ്പ് നിപ്പിളിൽ തേച്ച് കഴിഞ്ഞാൽ നിപ്പിളിൽ തേച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമാവാത്ത കാരണം കൊണ്ട് അവർ അങ്ങനെ കൂടി നിർത്തും പറഞ്ഞു. പിന്നെ വേപ്പിൻ്റെ ഇല, കായം, ചെന്നിനായകം ആ സംഭവങ്ങളൊക്കെ നല്ലതാണെന്നൊക്കെ പറഞ്ഞു നിർത്താൻ വേണ്ടി. ഞാൻ ഫസ്റ്റ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇച്ചിരി വേപ്പ് എന്തോ കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ അത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ നിർത്തണമെന്ന് പ്രോപ്പറായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവൾക്ക് എങ്ങനെ അത് വല്ല ഡിഫറൻസ് ഫീൽ ചെയ്യണ്ടോയെന്ന് അറിയാൻ വേണ്ടി കുറച്ച് മാത്രം എടുത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് അങ്ങനെ വലിയ തോന്നും, കാരണം 1-2 ലീഫ് ജസ്റ്റ് ഞാനിങ്ങനെ തേച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നാരകം തേച്ച് നോക്കിയിട്ടോ, അത് ഇതേപോലെ 1-2 ലീഫ് എടുത്തിട്ട് ജസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും അങ്ങനെ അവൾക്ക് ഇങ്ങനെ വലിയ ഡിഫറൻസൊന്നും തോന്നിയില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഈ സംഭവം, അതായത് അയൺ സിറപ്പിൻ്റെ കാര്യം പറഞ്ഞത്. അയൺ സിറപ്പ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു നോക്കി, ബ്രസ്റ്റിന് സൈഡിൽ മൊത്തം സ്പ്രെഡ് ചെയ്ത് കൊടുത്തു നോക്കി. അപ്പോൾ അവൾ ജസ്റ്റ് വന്ന് സക്ക് ചെയ്ത് പാപ്പോണം പറയുമ്പോൾ ജസ്റ്റ് വന്ന് സക്ക് ചെയ്ത് മിണ്ടാതിരിക്കടാ മുന്നേ നാളെ നമുക്ക് പറയാം കേട്ടോ, അമ്മ വീഡിയോ എടുക്കാം കേട്ടോ 3-4 പറയണത്. അപ്പോൾ ബ്രസ്റ്റിൻ്റെ 4 സൈഡും ഇതാക്കിയപ്പോൾ അവൾ ജസ്റ്റ് സക്ക് ചെയ്തപ്പോൾ അമ്മ ഇതിലെന്തോ മണ്ണ് തേച്ചിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ ഇല്ലടാ അമ്മ ഒന്നും തേച്ചിട്ടില്ലടാ എന്നൊക്കെ പറഞ്ഞിട്ടാ. അത് കഴിഞ്ഞ് പിന്നെ അവളിത് കുടിക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ എനിക്കൊരു ഡിസാറ്റിസ്ഫാക്ഷനായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒന്നും കൂടെ നന്നായിട്ട് ഞാൻ ഒരു പാത്രം അതിൻ്റെ അടപ്പിൽ തന്നെ ആക്കിയിട്ട് ഞാൻ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തു. അപ്പോൾ അവൾ വന്നിട്ട് എനിക്കിത് വേണ്ട, അത് അപ്പിയാണ്, ഇതിൽ മരുന്ന് തേച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. അല്ല ചവേ ഇത് അപ്പിയാണ്, എങ്ങനെ പറഞ്ഞു എനിക്ക് അച്ചറ പാപ്പു മതി. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് അവളങ്ങനെ അതങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇളക്കി. അപ്പോഴാണ് ഞാനിങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെ ബ്രസ്റ്റ് ഫീഡിങ് നിർത്താം, അതുപോലെ എങ്ങനെ കല്ലപ്പനൊക്കെ എന്താ ചെയ്യാന്നുള്ളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആരുടെയോ ഞാനിതുവരെ കാണാത്തൊരു ചാനലാണ്. അപ്പോൾ അതിലൊരു വീഡിയോ ഉണ്ടായിരുന്നു, കായം തേച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്മെല്ല് കാരണം കൊണ്ട് അതാരുടെ എനിക്ക് പേര് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ സീരിയസ്ലി എനിക്ക് പേര് ഓർമ്മയില്ലായിട്ടാണ്. അപ്പോൾ അതിൽ കായം തേച്ച് കഴിഞ്ഞാൽ ഡിഫറൻസ് ഉണ്ടാവും, അവർക്ക് അതിൻ്റെ സ്മെല്ല് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കായം പൊടി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പൊടി ഞാൻ അപ്ലൈ ചെയ്തു. അപ്ലൈ പെട്ടെന്ന് ഡ്രൈ ആയി. എന്നിട്ട് ഞാൻ ഇവൾക്ക് കൊടുത്തപ്പോൾ നമ്മുടെ നോർമൽ ബ്രായൊക്കെ ഇട്ടിട്ട് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ ഇവൾക്ക് കൊടുത്തപ്പോൾ ഇവൾ അടുത്തേക്ക് കൂടെ വന്ന് അപ്പം തന്നെ പോയി. അവൾക്ക് വേണ്ട അമ്മ, എനിക്കിത് വേണ്ട, അത് അപ്പിയാണ്, ഇതിൽ അമ്മ മരുന്ന് തേച്ചിട്ടുണ്ട്. വേണ്ട, ഇല്ലടാ ഉണ്ണി അമ്മ മരുന്നൊന്നും തേച്ചിട്ടില്ല, അതിൽ ചിലപ്പോൾ പുഴു വന്നതാവും കേട്ടോ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവൾ ജസ്റ്റ് ഒന്ന് വന്ന് ഇങ്ങനെ അടുത്ത് വന്നിട്ട് ഞാൻ നോക്കിയിട്ട് വളർത്ത് ഒന്ന് നക്കി നോക്കി. അപ്പം വേണ്ട പറയുന്നല്ലത് എൻ്റെ കുട്ടി പിന്നെ ഇതുവരെ പാലിച്ചിട്ടില്ല, സത്യമായിട്ടും ഇതുവരെ കേട്ടോ കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂടി അവൾ ഇതുവരെ കുഞ്ഞുവേ അവൾ ഇതുവരെ പാൽ കുടിച്ചിട്ടില്ല കേട്ടോ. നല്ല കുട്ടിയാണ്, അടിപൊളിയാണ് പറഞ്ഞാൽ സൂപ്പറാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കല്ലപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെയാണ് നിർത്തിയത് കേട്ടോ. ഞാനിതിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു ദിവസം അയൺ സിറപ്പ് തേച്ചു, അന്നത്തെ ദിവസം വൈകുന്നേരം തന്നെ ഞാൻ
കായം തേച്ചു. അപ്പോൾ ഇതിലിങ്ങനെ വീഡിയോസ് കണ്ടപ്പോൾ അതിൽ പറയുന്നുണ്ടായിരുന്നു നമ്മൾ രാവിലെ തന്നെ നിർത്താൻ പോവുകയാണെന്നുണ്ടെങ്കിൽ സാധനങ്ങൾ അപ്ലൈ ചെയ്ത് അവർക്ക് നൈറ്റ് ആകുമ്പോഴേക്കും ഇത് കിട്ടില്ല എന്നുള്ളൊരു ലെവലാവണമെന്ന്. എന്നിട്ട് നിർത്തിയ അന്നത്തെ ദിവസം രാത്രി ഇവൾ കിടന്നുറങ്ങാൻ വേണ്ടി നല്ല ബുദ്ധിമുട്ടിട്ടോ, നല്ലോണം ബുദ്ധിമുട്ടി, ഭയങ്കര വാശിയായിരുന്നു. എന്നിട്ട് പിന്നെ ഏട്ടൻ ബ്ലാക്ക് കൊണ്ട് മോള് പോയി കിടന്നുറങ്ങി, രണ്ടായിരം കൂടി മോള് പോയിട്ട് കിടന്നുറങ്ങി, ഞാൻ ഇവിടെയും കിടന്നുറങ്ങി. അങ്ങനെ അന്നത്തെ ദിവസം. പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം മുതൽ അവളെ കൊണ്ട് ഒരു പ്രശ്നവുമില്ല, നന്നായിട്ട് ഫുഡ് കഴിക്കുകയാണെങ്കിൽ. എനിക്ക് ബ്രസ്റ്റ് ഫീഡിങ് നിർത്തിയത് എന്തുകൊണ്ട് നന്നായി എന്ന് മാത്രമാണ് തോന്നുള്ളൂ. കാരണം ഇവൾ നന്നായി ഫുഡ് കഴിക്കുകയാണെങ്കിൽ. മറ്റേത് എനിക്കൊന്നും കിടക്കാൻ പറ്റില്ല, ഞാൻ കിടന്ന അമ്മ പാപ്പു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം എനിക്ക് കിടക്കാം, ഇരിക്കാം, നടക്കാം. മറ്റേ പീരിയഡ്സ് ആവുമ്പോൾ വിസ്പറിൻ്റെയൊക്കെ പരസ്യത്തിൽ കാണിക്കില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ. ഒന്നാമത് ഞാൻ ഈ ഒരു ടൈമിൽ ഞാൻ ബ്രസ്റ്റ് ഫീഡിങ് നിർത്തുന്ന സമയത്ത് പീരിയഡും കൂടെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒട്ടും വയ്യായിരുന്നു, പാൽ കൊടുക്കാൻ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിർത്തിയത് എനിക്ക് ഭയങ്കര സന്തോഷമായി. ചാവയ്ക്ക് കുഴപ്പമില്ലല്ലോ പാപ്പു കൂടി നിർത്തിയപ്പോൾ. ചേച്ചി പാപ്പു വേണം, ഇച്ചിരി ഒരു ചുള്ളി എന്തട്ടോ, ഒരു ചുള്ളി പാപ്പു വേണോ? നിങ്ങൾക്ക് ഒരു ചുള്ളി പാപ്പു വേണോ? വേണ്ടേ? എനിക്ക് വേണ്ട പറഞ്ഞ, എനിക്ക് വേണ്ട പറ, നേരെ പറയും. പാപ്പു വേണ്ട പറ. അപ്പു അപ്പ്യാന്ന് പാപ്പുല് പുയുണ്ട്. ഇക്ക് പാലുമ്പ് മതിയില്ലേ? ഇച്ചു അച്ഛ പപ്പു മതിയില്ലേ? ഇച്ച് കുണ്ടില് അച്ഛ മാമു മതിയില്ലേ? മാമു പോരെ? വേണ്ടേ? ഇപ്പൊ ഇവിടെ എല്ലാ ഫുഡും കഴിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇവിടെ എല്ലാ ഫുഡും കഴിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇവിടെ അടിപൊളിയായിട്ട് പോവാണ് കേട്ടോ. സോ എന്താ പറയുക, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ കല്ലപ്പം മാറാൻ വേണ്ടി എന്താ ചെയ്തതെന്ന്. കല്ലപ്പം മാറാൻ വേണ്ടി എന്താ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, കല്ലപ്പം മാറാൻ വേണ്ടി എന്താ ഞാൻ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, ക്യാബേജ് ലീഫില്ലേ, അയ്യോ ഇത്രയും ബെനിഫിറ്റ് ഉണ്ടാവും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഉണ്ണി ഒതുങ്ങിയിരിക്കും. പാലും പൂടിച്ചോളൂ, മാറിക്കോ അവിടെ നിന്ന്, മാറിക്കോ, എൻ്റെ ലൈറ്റ് പോണു. ഗുഡ്. അപ്പോൾ കല്ലപ്പം പോകാൻ വേണ്ടിയിട്ട് ക്യാബേജ് ലീഫാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 1 വീക്കോളം ഞാൻ ക്യാബേജ് ലീഫ് വെച്ചായിരുന്നു. എനിക്ക് നല്ല ഇതുണ്ടായിരുന്നു. പിന്നെ കല്ലപ്പ്, അതായത് ഞാൻ ബ്രസ്റ്റ് ഫീഡിങ് നിർത്തിയ അന്നത്തെ രാത്രി മുതൽക്കന്നെ ഞാൻ കല്ലപ്പ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തില്ല. അപ്പോഴേക്ക് ഞാൻ ക്യാബേജ് ലീഫ് വെച്ചു. പിന്നെ പിറ്റത്തെ ദിവസം ഞാൻ, അതായത് ബ്രസ്റ്റ് ഫീഡിങ് നിർത്തിയതിൻ്റെ പിറ്റത്തെ ദിവസം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയായിരുന്നു. അപ്പോൾ ആ ദിവസം നൈറ്റ് വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ക്യാബേജ് ലീഫ് വെക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല. അന്നത്തെ ദിവസം മാത്രമേ വെച്ചില്ല. പിന്നെ അതിനുശേഷം ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു 6 ദിവസം കഷ്ടി ഞാൻ വെച്ചിട്ടുണ്ട്. എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു 6 ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു ദിവസം വെക്കാത്തതിൻ്റെ കല്ലപ്പ് നല്ലോണം ഉണ്ടായിരുന്നു. എന്നിട്ട് അതൊക്കെ കുറഞ്ഞ് വന്ന് ഇപ്പോൾ ഓക്കെയാണ്. ഇപ്പോൾ സെറ്റായി, ഇപ്പോൾ പഴയ പോലെയായി. ഒരു കുഴപ്പമില്ല. ഞാനും കംപ്ലീറ്റ് ആയിട്ട് ഓക്കെയാണ്, അവളും കംപ്ലീറ്റ് ആയിട്ട് ഓക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ബ്രസ്റ്റ് ഫീഡിങ് നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന അമ്മമാർ ഷുവറായിട്ടും ഇപ്പോൾ ഇങ്ങനെ മിൽക്കൊക്കെ കൂടുതലുള്ള അമ്മമാർ ക്യാബേജ് ലീഫ് എൻ്റെ ബെസ്റ്റ് സജഷനാണ് എല്ലാവർക്കും. പാല് നിൽക്കാൻ വേണ്ടി പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് കേട്ടോ. പറയാലോ, നമ്മൾ വേറെ നമുക്ക് സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. ഉണ്ണി ഇന്ന് കൂട്ടാൻ അവള് കുക്കിംഗ് ചാനലിലാണ് ഇന്നത് അല്ലേ, കുക്കിംഗ് വ്ളോഗിലാണ് നമ്മൾ. ഹായ് ഗായ്സ്, ഇന്ന് കൂട്ടാൻ എന്താണ് വയ്ക്കുന്നത്, നൊപ്പേരി അതാണ് വയ്ക്കുന്നത്, ഇന്ന് ചോറ് ഇങ്ങനെയാണ് അല്ലേ. ഹായ് ഗായ്സ്. അപ്പോൾ ക്യാബേജ് ലീഫ് അടിപൊളിയാണ് കേട്ടോ. എനിക്ക് നോർമലായിട്ട് നമ്മൾ എന്താ പറയുക, ബ്രാല് നമ്മൾ നോർമലായിട്ട് വെച്ച് കൊടുത്താൽ മതി, വേറെ കാര്യങ്ങളൊന്നുമില്ല. അത്രയും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത് യൂസ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടും അല്ലാതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വാഷ് ചെയ്തിട്ട് നന്നായിട്ട് വയ്ക്കാം, അത്ര തന്നെ. പിന്നെ അത് അതിൻ്റെ സ്മെല്ല് എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഒന്നാമത് എനിക്ക് ഇങ്ങനത്തെ മണങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ക്യാബേജ് എനിക്ക് ഓൾറെഡി ഇഷ്ടമില്ലാത്ത സാധനമാണ്. അപ്പോൾ അതിൻ്റെ മണം എനിക്കധികം ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇന്ന് പുറത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനതൊക്കെ സഹിച്ച് ഡെയിലി മാറും. നിവർത്തിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാനതൊക്കെ സഹിച്ചതിന് ഫലം കിട്ടി. അപ്പോൾ ഇപ്പോൾ ഹാപ്പിയാണ്, ഞാനും എൻ്റെ കുഞ്ഞിപ്പെണ്ണും ഹാപ്പിയാണ്. ഞങ്ങൾ ഹാപ്പിയാണ് അല്ലേ? ഹാപ്പിയാണ് പറഞ്ഞ ഹൈ ഗൈസ് പറഞ്ഞോ. ഹൈ ഗൈസ് പറയും. ഹായ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ
ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഇതുമായിട്ട് റിലേറ്റഡ് ബ്രസ്റ്റ് ഫീഡിങ് നിർത്തിയതുമായിട്ടുള്ള റിലേറ്റഡ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വന്നിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.